നമസ്കാരം. മണലൂർ, കൊയിലാണ്ടി എന്നീ മണ്ഡലങ്ങളാണ് ഇന്ന് പവർ പ്ലേയിൽ. ആദ്യം മണലൂരിലേക്ക് 2011 481 വോട്ടിന് UDF വിജയിപ്പിച്ച മണ്ഡലമാണ് മണലൂർ. CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം ബേബി ജോണിനെ തോൽപ്പിച്ചായിരുന്നു കോൺഗ്രസിലെ PA മാധവന്റെ ജയം. ഇത്തവണ മത്സരം മുരളി പെരുന്നെല്ലിയും O അബ്ദുറഹ്മാൻ കുട്ടിയും തമ്മിലാണ്. ശ്യാം കൃഷ്ണന്റെ റിപ്പോർട്ടിലേക്ക്. ആദ്യ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പ്രൊഫസർ ജോസഫ് മുണ്ടശ്ശേരി CPIയുടെ പ്രതിനിധിയായി വിജയിക്കുന്നതും വിദ്യാഭ്യാസ മന്ത്രിയാകുന്നതും മണലൂരിൽ നിന്നാണ്. എന്നാൽ 1960 കോൺഗ്രസിലെ കൂറൂർ നീലകണ്ഠൻ നമ്പൂതിരി ജോസഫ് മുണ്ടശ്ശേരി മാഷെ തോൽപ്പിച്ചു. പിന്നീട് 1980 ഇവിടെ ഇടതുപക്ഷം വിജയിക്കുന്നത്, അതും ഇന്നത്തെ KPCC പ്രസിഡന്റ് VM സുധീരനിലൂടെ. IM വേലായുധനും 1967 മുതൽ 77 വരെ NA ദേവസിക്കുട്ടിയും മണലൂരിൽ കോൺഗ്രസിന്റെ വിജയക്കൊടി പാറിച്ചു. B വെല്ലിംഗ്ടൺ, വർഗീസ് മേച്ചേരി, AV ആര്യൻ, MG ജയചന്ദ്രൻ എന്നീ ഇടതുപക്ഷത്തെ കരുത്തരാണ് ഇവിടെ പരാജയമറിഞ്ഞത്. എന്നാൽ 1980 മണലൂരുകാരനായ VM സുധീരൻ ഇടതു പിന്തുണയോടെ പോരിനിറങ്ങി. കോൺഗ്രസിന്റെ കരുത്തനായ നേതാവ് NA ദേവസിക്കുട്ടിയെയാണ് ഇന്ദിരാ കോൺഗ്രസുമായി പിണങ്ങിയ AK ആന്റണിയുടെ പ്രതിനിധിയായി മത്സരിച്ച സുധീരൻ പരാജയപ്പെടുത്തിയത്. 7932 വോട്ടായിരുന്നു അന്നത്തെ ഭൂരിപക്ഷം. എന്നാൽ 1982 മുതൽ 91 വരെ നടന്ന 3 തെരഞ്ഞെടുപ്പിലും കോൺഗ്രസുകാരനായി മത്സരിച്ച സുധീരൻ മണലൂരിന്റെ താരമായി. 1996 കോൺഗ്രസിന്റെ റോസമ്മ ചാക്കോയും 2001 MK പോൾസണും മണലൂരിനെ UDF കോട്ടയായി സംരക്ഷിച്ചു. 2006 CPMലെ മുരളി പെരുന്നെല്ലി മണലൂരിന്റെ ചരിത്രം തിരുത്തി. 7720 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ചെങ്കൊടി ഉയർന്നു. മണലൂരിന്റെ രാഷ്ട്രീയ മാറ്റം കേരള രാഷ്ട്രീയത്തിൽ തന്നെ ചർച്ചയായി. എല്ലാ കാലത്തും മത്സരിച്ച് പരാജയപ്പെടാനുള്ളൊരു മണ്ഡലമായിരുന്നു ഇടതുപക്ഷത്തിനെ സംബന്ധിച്ച് മണലൂർ. അതിനൊരു തിരുത്ത് ഉണ്ടാകുന്നത് മുരളി പെരുന്നെല്ലിയിലൂടെയാണ്. CPM അവതരിപ്പിച്ച കർഷക പ്രസ്ഥാനത്തിൻ്റെ നേതാവാണ്. കർഷക തൊഴിലാളി യൂണിയൻ്റെയും കർഷക യൂണിയൻ്റെയും നേതാവായിരുന്നു അക്കാലത്ത് യുവാവായിരുന്ന മുരളി പെരുന്നെല്ലി. മുരളി പെരുന്നെല്ലിയിലൂടെയാണ് മണലൂരിൽ ആദ്യമായി കമ്മ്യൂണിസ്റ്റ് ജനപ്രതിനിധി ഉണ്ടാകുന്നത്. ഈ സാമുദായിക സമവാക്യങ്ങൾ ഒരു സൂത്രമായി ഉപയോഗിച്ചാണ് 2006 നായരായ മുരളി പെരുന്നെല്ലിയെ ഗോദയിലിറക്കുകയും വിജയിക്കുകയും ചെയ്തത്. ഇതോടുകൂടി വീണ്ടും ഈ നായർ ഈഴവ സമവാക്യം ശക്തമായി മുരളി പെരുന്നെല്ലി വിജയിച്ചു. 2011 അന്തിക്കാടിനെ മണലൂർ മണ്ഡലത്തിൽ നിന്ന് ഒഴിവാക്കി. പകരം വാടാനപ്പള്ളി, കണ്ടാണശ്ശേരി, ചൂണ്ടൽ പഞ്ചായത്തുകളെ മണലൂരിലേക്ക് ചേർത്ത് മണ്ഡല പുനർനിർണയം നടത്തി. ഗുരുവായൂർ നഗരസഭയുടെ ഒരു ഭാഗവും ഇപ്പോൾ മണലൂരിന്റെ ഭാഗമാണ്. അങ്ങനെ തൃശൂരിലെ ഏറ്റവും വലിയ മണ്ഡലമായി മണലൂർ മാറി. മുരളി പെരുന്നെല്ലിയെ മാറ്റി CPM സംസ്ഥാന നേതാവ് കൂടിയായ ബേബി ജോണിനെ ഇടതുപക്ഷം രംഗത്തിറക്കി. വാശിയേറിയ മത്സരത്തിനൊടുവിൽ കോൺഗ്രസിലെ PA മാധവൻ 481 വോട്ടിന് ബേബി ജോണിനെ പരാജയപ്പെടുത്തി. അവരവിടെ മുരളി പെരുന്നെല്ലിയെ മാറ്റുകയും പകരം ബേബി ജോണിനെ, പാർട്ടിയുടെ ശക്തനായ നേതാവ് ബേബി ജോണിനെ പരീക്ഷിക്കുകയും ചെയ്തതായിരുന്നു കഴിഞ്ഞ തെരഞ്ഞെടുപ്പ്. ആ പരീക്ഷണത്തിൽ ജനത്തിന് സ്വീകാര്യമായില്ല. ആ പരീക്ഷണത്തിൽ ജനം CPMനെ കൈയൊഴുകുകയും പഴയ കോൺഗ്രസിലെ തിരിച്ചേൽപ്പിക്കുകയുമായിരുന്നു. താരതമ്യേന ദുർബലനായ സ്ഥാനാർത്ഥിയെയാണ് കഴിഞ്ഞ തവണ UDF മണലൂരിൽ മത്സരരംഗത്തിറക്കിയത്. PA മാധവൻ അടിസ്ഥാന ജനവിഭാഗങ്ങളുടെ പിന്നിൽ നിൽക്കുന്ന ഒരു ജനകീയ നേതാവാണെങ്കിലും പാർലമെന്ററി രംഗത്ത് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം തീരെ ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഒരു നേതാവിനെ പരീക്ഷിക്കാനാണ് കോൺഗ്രസ് മുതിർന്നത്. പക്ഷേ ആ പരീക്ഷണം വിജയിക്കുകയും മാർക്സിസ്റ്റ് പാർട്ടിയിലെ ബുദ്ധിജീവി എന്നറിയപ്പെടുന്ന ബേബി ജോണിനെ പരാജയപ്പെടുത്തിക്കൊണ്ട് തൊഴിലാളി യൂണിയൻ പ്രവർത്തകനും ജനകീയ നേതാവുമായിരുന്ന മാധവനെ മണലൂർ സ്വീകരിക്കുന്ന കാഴ്ചയുമാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കണ്ടത്. മണലൂർ ഇരുമുന്നണികൾക്കും അഭിമാന പോരാട്ടമാണ്. 2006 വിജയം ആവർത്തിക്കാൻ മുരളി പെരുന്നെല്ലിയെ ഇടതുപക്ഷവും മണ്ഡലം നിലനിർത്താൻ DCC അധ്യക്ഷൻ O അബ്ദുറഹ്മാൻ കുട്ടിയെ UDFും രംഗത്തിറക്കി.
അതേസമയം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ 29,000 വോട്ട് നേടാനായ പ്രതീക്ഷയിൽ BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി AN രാധാകൃഷ്ണനും രംഗത്തുണ്ട്. മണലൂർ നിയമസഭാ മണ്ഡലത്തിന്റെ രാഷ്ട്രീയ സ്ഥിതിയും പൊതുചിത്രവും നമുക്കൊന്ന് പരിശോധിക്കാം. മണലൂർ നിയമസഭാ മണ്ഡലം എന്നത് ഈ പഞ്ചായത്തുകൾ ഉൾക്കൊള്ളുന്നതാണ്. അരിമ്പൂർ, മണലൂർ, വാടാനപ്പള്ളി, വെങ്കിടങ്ങ്, എളവള്ളി, ചൂണ്ടൽ, കണ്ടാണശ്ശേരി, പാവറട്ടി എന്നീ പഞ്ചായത്തുകൾ ചേർന്ന നിയമസഭാ മണ്ഡലമാണ് മണലൂർ. അതിൽ അരിമ്പൂർ, മണലൂർ, വാടാനപ്പള്ളി, വെങ്കിടങ്ങ്, എളവള്ളി, ചൂണ്ടൽ, കണ്ടാണശ്ശേരി എന്നീ പഞ്ചായത്തുകൾ എല്ലാം LDF ആണ് ഭരിക്കുന്നത്. UDFിൻ്റെ കൈവശം പാവറട്ടി പഞ്ചായത്ത് മാത്രമാണ് ഉള്ളത്. ഈ തവണത്തെ സ്ഥിതി ഇങ്ങനെയാണ്. 2,10,142 വോട്ടർമാർ മണലൂർ മണ്ഡലത്തിൽ ആകെയുണ്ട്. ഇതിൽ 99,162 പുരുഷ വോട്ടർമാരും 1,10,980 സ്ത്രീ വോട്ടർമാരും ഈ മണ്ഡലത്തിൽ ഉണ്ട്. ഏറ്റവും കൂടുതൽ വോട്ടർമാരുള്ള മണ്ഡലങ്ങളിലൊന്നാണ് സംസ്ഥാനത്ത് തന്നെ മണലൂർ. 20,346 പുതിയ വോട്ടർമാരും അവരുടെ നിലപാടുകളും നിർണായകമായിരിക്കും ഈ തെരഞ്ഞെടുപ്പിൽ. 2011 നിയമസഭാ തെരഞ്ഞെടുപ്പിലെ സ്ഥിതി ഇങ്ങനെയായിരുന്നു. PA മാധവനാണ് UDFിന് വേണ്ടി മത്സരിച്ചത്. ബേബി ജോൺ LDF സ്ഥാനാർത്ഥിയായിരുന്നു. PM ഗോപിനാഥ് BJP സ്ഥാനാർത്ഥിയായിരുന്നു. PA മാധവനാണ് മണ്ഡലത്തിൽ വിജയിച്ചത്. 63,077 വോട്ട് അദ്ദേഹം ആകെ നേടിയിട്ടുണ്ട്. ബേബി ജോണിനേക്കാൾ 481 വോട്ടുകളുടെ ഭൂരിപക്ഷം മാത്രമാണ് അദ്ദേഹത്തിന് 2011 ഉണ്ടായിരുന്നത്. 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ CN ജയദേവൻ, KP ധനപാലൻ, KP ശ്രീശൻ എന്നിവർ മത്സരിച്ച ആ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ CN ജയദേവനാണ് മണ്ഡലത്തിൽ വിജയിച്ചത്. അദ്ദേഹം 60,735 വോട്ട് ആകെ നേടിയിട്ടുണ്ട് ഈ നിയമസഭാ മണ്ഡലത്തിൽ. മണലൂരിൽ മാത്രം. മണലൂരിൽ അദ്ദേഹത്തിന് തന്നെയായിരുന്നു ഭൂരിപക്ഷം. LDFിനായിരുന്നു ഭൂരിപക്ഷം. 6,928 വോട്ടുകളുടെ ഭൂരിപക്ഷമാണ് മണലൂരിൽ LDFിന് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിരുന്നത്. LDFിൻ്റെ വോട്ട് നിലയിലുണ്ടായ വ്യത്യാസം നമുക്കൊന്ന് പരിശോധിക്കാം. അതിങ്ങനെയാണ്. മണലൂരിൽ 2006 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 49,598 വോട്ടുകളാണ് ആകെ നേടിയത് LDF. അത് 2011 കഴിഞ്ഞ തവണത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പ് ആയപ്പോഴേക്കും 62,596 എന്ന നിലയിലേക്ക് ഉയർന്നു ആകെ വോട്ടുകളുടെ എണ്ണം. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 2,000-ഓളം വോട്ടുകളുടെ കുറവുണ്ടായി. 60,735 വോട്ടുകളാണ് LDFിന് ലഭിച്ചത്. നമുക്ക് UDFിൻ്റെ വോട്ട് നിലയിലെ വ്യത്യാസം പരിശോധിക്കാം. UDFിൻ്റെ വോട്ട് നിലയിൽ 2006 41,878, 2011 63,077, 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 53,807 എന്നതാണ് UDFിൻ്റെ വോട്ടുകളുടെ എണ്ണം. BJPയുടെ വോട്ട് നിലയിൽ വന്ന വ്യത്യാസം ഇങ്ങനെയാണ്. ക്രമാനുഗതമായി അവർ കയറി വരുന്ന കാഴ്ചയാണ്, കൂടുതൽ വോട്ടുകൾ നേടുന്ന കാഴ്ചയാണ് മണലൂർ നിയമസഭാ മണ്ഡലത്തിൽ കാണുന്നത്. 2006 5,916 വോട്ടുകൾ മാത്രം ആകെ നേടിയ BJP 10,543 വോട്ടുകൾ നേടി 2011 നിയമസഭാ തെരഞ്ഞെടുപ്പായപ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പായപ്പോൾ 16,548 വോട്ടുകൾ മണലൂരിൽ BJP നേടിയിട്ടുണ്ട്. ലോക്സഭാ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ മികച്ച ഭൂരിപക്ഷം തങ്ങൾക്ക് ഇക്കുറിയും അനുകൂലമാകുമെന്നാണ് LDFിന്റെ പ്രതീക്ഷ. എന്നാൽ സാഹചര്യം അനുകൂലമാണെന്ന് UDFും കണക്കുകൂട്ടുന്നു. SNDPക്ക് ഏറെ സ്വാധീനമുള്ള മണ്ഡലത്തിൽ വലിയ നേട്ടമുണ്ടാക്കാമെന്ന പ്രതീക്ഷയിലാണ് BJP. ബൂത്ത് തലം മുതലുള്ള സംഘാടനം, സാമുദായിക നേതൃത്വത്തോടുള്ള മൃദു സമീപനം, കേന്ദ്ര സംസ്ഥാന രാഷ്ട്രീയ വികസന പ്രശ്നങ്ങളെ ഇഴകീറിയുള്ള വിലയിരുത്തൽ, മണ്ഡലത്തിന്റെ വികസനവും വികസന മുരടിപ്പും അക്കമിട്ട് നിരത്തൽ, ഇതിലെല്ലാം ആര് മുന്നിലെന്ന ചോദ്യത്തിന് മണലൂരിൽ ഉത്തരം എളുപ്പമല്ല. കഴിഞ്ഞ 5 വർഷത്തെ ഇവിടുത്തെ MLAയുടെ പ്രവർത്തനവും സർക്കാരിന്റെ പ്രവർത്തനവും പൊതുവെ പരിശോധിച്ചാൽ ജനങ്ങളാകമാനം തന്നെ ഈ സർക്കാരിനെതിരാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു സർക്കാർ വിരുദ്ധ വികാരം കേരളത്തിലുണ്ട്, ഈ മണ്ഡലത്തിലുണ്ട്. അഴിമതിക്കെതിരായൊരു വികാരം ജനങ്ങളിലുണ്ട്. അതുപോലെ മണ്ഡലം ഒരു കാർഷിക പ്രധാന മണ്ഡലമാണ്. കൃഷിക്കാർ ഈ സർക്കാരിൽ അതിന് ശക്തമായ വികാരത്തിലാണ് കൃഷിക്കാർ. നാളികേരം, നെല്ല് തുടങ്ങിയുള്ള കൃഷിക്കാരുടെയും വികാരം അതാണ്. അപ്പോൾ ആ നേരിയ ഭൂരിപക്ഷമൊക്കെ മറികടന്നുകൊണ്ട് നല്ല ഭൂരിപക്ഷത്തിലേക്ക് മുന്നേറാനുള്ള എല്ലാ സാധ്യതകളും ഇന്ന് മണ്ഡലത്തിൽ നിലനിൽക്കുന്നുണ്ട്. 1967 മുതൽ മണലൂർ നിയോജകമണ്ഡലം കോൺഗ്രസിന്റെയും ഐക്യ ജനാധിപത്യ മുന്നണിയുടെയാണ്. ഒരു പ്രാവശ്യമാണ് ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടത് 49 വർഷത്തിനുള്ളിൽ. അതിൽ കഴിഞ്ഞ 2011 ഞങ്ങൾ തിരിച്ചു പിടിച്ചു.
ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ആത്മവിശ്വാസവും ആത്മധൈര്യവും ഞങ്ങൾക്കുണ്ട്. ഈ പറഞ്ഞ 2006 ഈ മണ്ഡലം തിരിച്ചു പിടിച്ച അതേ സ്ഥാനാർത്ഥിയെ തന്നെ രംഗത്തിറക്കിയാണ് LDF വീണ്ടും പ്രചരണ രംഗത്തേക്ക് വരുന്നത്. ആ 5 കൊല്ലത്തെ ഈ നാട്ടിന്റെ വികസനം എന്തായിരുന്നു, കഴിഞ്ഞ 11 മുതൽ 16 വരെയുള്ള വികസനം എന്തായിരുന്നു, ജനങ്ങൾ വിലയിരുത്തട്ടെ. ഈ പണലൂർ നിയോജകമണ്ഡലത്തെ സംബന്ധിച്ച് തന്നെ ഈ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ടം തന്നെ BJPക്ക് അനുകൂലമാണ്. പ്രത്യേകിച്ച് കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ തെരഞ്ഞെടുപ്പിൽ നേടിയ 32,000 വോട്ടും അതിനുശേഷം പുതിയതായി വോട്ടർ പട്ടികയിൽ ചേർന്ന ഏതാണ്ട് 5,000-ഓളം വോട്ടർമാർ, കഴിഞ്ഞ കുറേ നാളുകൾക്ക് മുമ്പ് BJPയിൽ എത്തിച്ചേർന്ന ഏതാണ്ട് 3,000-ഓളം ആളുകൾ, അതോടൊപ്പം തന്നെ ഞങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട സഖ്യകക്ഷിയായ BDJSന് ഏതാണ്ട് 8,000-ഓളം മെമ്പർഷിപ്പ്. അങ്ങനെ 100% അനുകൂലമായ സാഹചര്യത്തിലാണ് തെരഞ്ഞെടുപ്പിന്റെ ആരംഭം തന്നെ. ഇത്രയും ദിവസം പിന്നിട്ടുള്ളൊരു സാഹചര്യത്തിൽ രണ്ട് മുന്നണികൾക്ക് അപ്പുറത്ത് ഒരു പുതിയ രാഷ്ട്രീയ ശൈലിക്ക് മണലൂർ നിയോജക മണ്ഡലത്തിന്റെ സ്വീകാര്യത, വളരെ പ്രകടമായ സ്വീകാര്യതയാണ് കഴിഞ്ഞ കുറേ ദിവസമായിട്ട് ഞാൻ കാണുന്നത്. ഈഴവ വോട്ടുകൾ സമാഹരിക്കാൻ BDJSനാകില്ലെന്ന വിശ്വാസത്തിലാണ് ഇരു മുന്നണികളും. BDJS എന്നൊരു പുതിയ പാർട്ടി വന്നതുകൊണ്ടൊന്നും വോട്ടിംഗ് സംഘത്തിൽ ഇടതുപക്ഷാധിപത്യ മുന്നണിക്ക് കാര്യമായ പോറൽ നിൽക്കാനുള്ള സാധ്യതകളില്ല. മണലൂർ മണ്ഡലം ഇപ്പോൾ കേരളത്തിൽ ദീപപ്രതിഷ്ഠ ശ്രീനാരായണ ഗുരുദേവൻ നടത്തിയ കാരമുക്ക് ചിദംബര ക്ഷേത്രം അടങ്ങുന്നതാണ് ഈ മണ്ഡലം. ദീപപ്രതിഷ്ഠ നടത്തിയത് ഇരുട്ട് മാറ്റാനാണ്. അപ്പോൾ വീണ്ടും ഇരുട്ടിനെ തിരിച്ചു കൊണ്ടുവരാൻ ആരെങ്കിലും ആഗ്രഹിക്കും. അപ്പോൾ ഇരുട്ടിനെ തിരിച്ചു കൊണ്ടുവരാൻ ശ്രമിക്കുന്ന ശക്തികളെ ഒരു കാരണവശാലും മണലൂർ മണ്ഡലത്തിലെ വോട്ടർമാരെ അംഗീകരിക്കില്ല എന്നുള്ളതാണ് മണ്ഡലത്തിന്റെ പൊതുവായ അനുഭവം. കോൺഗ്രസിന്റെ എത്രയോ നേതാക്കന്മാർ, കോൺഗ്രസിന്റെ എത്രയോ ഭാരവാഹികൾ SNDPയുടെ ഭാരവാഹികളായിട്ടുണ്ട്. SNDP അങ്ങനെ BDJSന് പൂർണ്ണമായും അവകാശപ്പെടാൻ സാധ്യമല്ല. 20,000-ഓളം വരുന്ന പുതിയ വോട്ടർമാരും മണലൂരിന്റെ വിധി നിർണയത്തിൽ നിർണായകമാവും. മണലൂരിലെ രൂക്ഷമായ കുടിവെള്ള പ്രശ്നം, നെൽകർഷകരും കേരകർഷകരും നേരിടുന്ന പ്രതിസന്ധിയും പ്രശ്നങ്ങളും, തൃശൂർ വാടാനപ്പള്ളി ദേശീയപാതയുടെ വികസനം, ഇങ്ങനെ ജാതിമത സമവാക്യങ്ങൾക്കപ്പുറം മണലൂർ നേരിടുന്ന ജനകീയ പ്രശ്നങ്ങളും ഇക്കുറി വിധി നിർണയത്തിൽ നിർണായകമാകും. നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ 3 തവണ മാത്രമാണ് മണ്ഡലം ഇടതുപക്ഷത്തോടൊപ്പം നിന്നത്. ഇത്തവണ എന്തുണ്ടാകുമെന്ന് കാത്തിരുന്നു കാണാം. ഇനി ഇടവേളയാണ്. ഇടവേളയ്ക്ക് ശേഷം കൊയിലാണ്ടി മണ്ഡലത്തിന്റെ രാഷ്ട്രീയ സ്ഥിതിഗതികളുമായി തിരിച്ചെത്താം. ഒരു പതിറ്റാണ്ടായി ഇടതിനൊപ്പമാണ് കോഴിക്കോട് ജില്ലയിലെ കൊയിലാണ്ടി നിയമസഭാ മണ്ഡലം. കഴിഞ്ഞ 2 പതിറ്റാണ്ടിനിടെ കോൺഗ്രസിനെ ഇവിടെ ജയിക്കാനായത് ഒരേയൊരിക്കൽ മാത്രമാണ്. കഴിഞ്ഞ തവണ 4139 വോട്ടിന് ഇടതുമുന്നണി ജയിച്ച കൊയിലാണ്ടിയുടെ ഇത്തവണത്തെ രാഷ്ട്രീയ ചിത്രം ഇങ്ങനെയാണ്. കോൺഗ്രസ് സ്ഥാനാർത്ഥി നിർണയത്തിനെതിരെ സംസ്ഥാനത്ത് ആദ്യമായി പരസ്യ പ്രതിഷേധമുയർന്ന മണ്ഡലമാണ് കോഴിക്കോട് ജില്ലയിലെ കൊയിലാണ്ടി. പാർട്ടി സ്ഥാനാർത്ഥിയെ ആദ്യം ഗോബാക്ക് വിളികളോടെ സ്വീകരിക്കുകയും പിന്നീട് സ്ഥാനാർത്ഥിക്കായി സജീവമായി രംഗത്തിറങ്ങുകയും ചെയ്യുക എന്നതാണ് കഴിഞ്ഞ കുറേ കാലമായി കൊയിലാണ്ടിയിലെ കോൺഗ്രസുകാരുടെ രീതി. അതുകൊണ്ട് തന്നെ പ്രതിഷേധിച്ചു എന്ന് പറയുന്നതിനപ്പുറം കൊയിലാണ്ടിയിലെ കോൺഗ്രസുകാർ പാരമ്പര്യം നിലനിർത്തി എന്ന് പറയുന്നതാവും ഉചിതം. പ്രശ്നങ്ങൾ പരിഹരിച്ച് പാർട്ടി പ്രവർത്തകർ സജീവമായി രംഗത്തിറങ്ങിയതോടെ കൊയിലാണ്ടിയിൽ മത്സരരംഗം ചൂടുപിടിച്ചിരിക്കുകയാണ്. ഐക്യ കേരള പിറവിക്ക് ശേഷം സോഷ്യലിസ്റ്റുകൾ കുത്തകയാക്കി വെച്ച മണ്ഡലം 1980 ശേഷം 4 നൂറ്റാണ്ട് കാലം കോൺഗ്രസിനൊപ്പമാണ് സഞ്ചരിച്ചത്. 1996 ശേഷമാണ് ഇടതുമുന്നണിയെയും UDFനെയും മാറി മാറി വരിക്കുന്ന നിലയിലേക്ക് കൊയിലാണ്ടിയുടെ രാഷ്ട്രീയ മനസ്സ് മാറിയത്. 4 നൂറ്റാണ്ടിനിടെ കൊയിലാണ്ടിയിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ടവരിൽ 2 പേർ സംസ്ഥാന മന്ത്രിസഭയിൽ അംഗങ്ങളായി. കോൺഗ്രസ് ടിക്കറ്റിൽ 1991 വിജയിച്ച MT പത്മയും 2001 വിജയിച്ച P ശങ്കരനും. കൊയിലാണ്ടി നിയമസഭാ മണ്ഡലത്തിലെ പൊതുചിത്രം, രാഷ്ട്രീയ സ്ഥിതിഗതികൾ നമുക്കൊന്ന് പരിശോധിക്കാം. കൊയിലാണ്ടി നിയമസഭാ മണ്ഡലം കൊയിലാണ്ടി നഗരസഭയും പയ്യോളി നഗരസഭയും ചേമഞ്ചേരി, ചെങ്ങോട്ടുകാവ്, മൂടാടി, തിക്കോടി എന്നീ പഞ്ചായത്തുകളും ചേർന്നതാണ്. ഇതിൽ കൊയിലാണ്ടി നഗരസഭയും ചേമഞ്ചേരി, മൂടാടി പഞ്ചായത്തുകളും LDF ആണ് ഭരണം നടത്തുന്നത്. പയ്യോളി നഗരസഭയും തിക്കോടി, ചെങ്ങോട്ടുകാവ് പഞ്ചായത്തുകളും UDFന്റെ കൈവശമാണ്. ഇത്തവണ കൊയിലാണ്ടിയിലാകെ 1,85,057 വോട്ടർമാരുണ്ട്. ഇതിൽ 85,966 പുരുഷ വോട്ടർമാരും 99,091 സ്ത്രീ വോട്ടർമാരുമുണ്ട്.
19,112 പുതിയ വോട്ടർമാരുണ്ട് എന്നതാണ് സവിശേഷമായ കാര്യം. ഇത്രയും പുതിയ വോട്ടർമാരുടെ രാഷ്ട്രീയ നിലപാടുകൾ സ്വാഭാവികമായും അവിടെ പ്രതിഫലിക്കും, അവിടുത്തെ വിജയത്തിനും പരാജയത്തിനും കാരണമാകും. 2011 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇതായിരുന്നു ചിത്രം. LDF സ്ഥാനാർത്ഥി കെ ദാസൻ, KP അനിൽകുമാർ UDF വേണ്ടി മത്സരിച്ചു. കോൺഗ്രസ് നേതാവ് TP ജയചന്ദ്രനായിരുന്നു BJPയുടെ സ്ഥാനാർത്ഥി. ഇതിൽ നമുക്കറിയാം 4,139 വോട്ടുകളുടെ ഭൂരിപക്ഷത്തോടെ കെ ദാസൻ LDF സ്ഥാനാർത്ഥി വിജയിക്കുകയാണ് ഉണ്ടായത്. അദ്ദേഹം കൊയിലാണ്ടി നിയമസഭാ മണ്ഡലത്തിൽ ആകെ നേടിയ വോട്ട് 64,374 ആണ്. നമ്മുടെ മുന്നിൽ 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പ് ആയപ്പോഴേക്കും വടകര ലോക്സഭാ മണ്ഡലത്തിന് കീഴിലാണ് ഈ കൊയിലാണ്ടി നിയമസഭാ മണ്ഡലം വരിക. മുല്ലപ്പള്ളി രാമചന്ദ്രൻ UDF സ്ഥാനാർത്ഥി, AN ഷംസീർ LDF സ്ഥാനാർത്ഥി, VK സജീവൻ BJP സ്ഥാനാർത്ഥി എന്നിവർ മത്സരിച്ച 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മുല്ലപ്പള്ളി രാമചന്ദ്രനാണ് ലോക്സഭയിൽ വിജയമുണ്ടായത്. അദ്ദേഹം തന്നെയാണ് കൊയിലാണ്ടി നിയമസഭാ മണ്ഡലത്തിൽ ഭൂരിപക്ഷവും നേടിയത്. അദ്ദേഹത്തിന് ഷംസീറിനേക്കാൾ 6,626 വോട്ടുകളുടെ ഭൂരിപക്ഷമുണ്ടായിരുന്നു. 62,371 വോട്ടുകൾ അദ്ദേഹം ആകെ നേടിയിരുന്നു. വോട്ട് നിലയിൽ വന്ന വ്യത്യാസം LDFൻ്റെത് ഇങ്ങനെയാണ്. 2006 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 65,514 വോട്ടുകൾ ഉണ്ടായിരുന്ന LDF 2011 നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലമായപ്പോഴേക്കും 64,374 വോട്ടുകൾ നേടി. ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്താണ് കൊയിലാണ്ടിയിൽ കുറഞ്ഞത് 55,745 വോട്ടുകളാണ് അവർക്ക് അവിടെ ലഭിച്ചത്. UDFൻ്റെ വോട്ട് നിലയിൽ വന്ന വ്യത്യാസം നമുക്ക് പരിശോധിക്കാം. അത് ക്രമാനുഗതമായി കൂടുകയാണ് ചെയ്തത്. 47,030 വോട്ടുകളാണ് അവർക്ക് 2006 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിരുന്നത്. 2011 നിയമസഭാ തെരഞ്ഞെടുപ്പായപ്പോഴേക്കും 60,235 വോട്ടുകളായി അവരുടെ ആകെ വോട്ടുകളുടെ എണ്ണം ഉയർന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പായപ്പോഴേക്കും 62,371 വോട്ടുകൾ എന്ന നിലയിലേക്ക് കൂടിയിട്ടുണ്ട്. കൊയിലാണ്ടിയിൽ BJPയുടെ കണക്കുകൾ ഇങ്ങനെയാണ്. 2006 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 8,430 വോട്ടുകൾ നേടിയ BJP 2011 ആയപ്പോഴേക്കും 8,086 എന്ന നിലയിൽ തന്നെ നിന്നു. 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 14,093 എന്ന താരതമ്യേന നല്ല വോട്ടെണ്ണത്തിൻ്റെ കണക്കുകളിലേക്ക് അവരെത്തിയിട്ടുണ്ട്. ഇതാണ് ആ മൂന്ന് മുന്നണികളുടെയും വോട്ട് നിലയിൽ വന്ന വ്യത്യാസം. കുടിവെള്ളം മുതൽ ശ്മശാനം വരെ പ്രചരണ വിഷയങ്ങളാണ് കൊയിലാണ്ടിയിൽ ഇത്തവണ. കുടിവെള്ളക്ഷാമം മണ്ഡലത്തിന്റെ പല ഭാഗങ്ങളിലും രൂക്ഷമാണ്. 23 കിലോമീറ്ററോളം തീരദേശ മേഖല ഉൾപ്പെടുന്നതാണ് കൊയിലാണ്ടി മണ്ഡലം. ഉപ്പ് രസമുള്ള വെള്ളമാണ് തീരദേശക്കാർക്ക് കുടിക്കാൻ ലഭിക്കുന്നത്. പതിറ്റാണ്ടുകളായി കൊയിലാണ്ടി നഗരസഭ ഭരിക്കുന്ന ഇടതുമുന്നണിയുടെ പിടിപ്പുകേടാണ് കുടിവെള്ളക്ഷാമത്തിന് പിന്നിലെന്നാണ് UDF ആരോപണം. കൊയിലാണ്ടിയിൽ കുടിവെള്ള പ്രശ്നം വളരെ രൂക്ഷമാണ്. എന്നെ അത്ഭുതപ്പെടുത്തുന്ന കാര്യം, ഇത്രയും കാലമായി ശാസ്ത്രീയമായി ഈ കുടിവെള്ള പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടി ഒരു ചെറിയ പദ്ധതി പോലും കൊയിലാണ്ടിയിൽ ആവിഷ്കരിച്ചിട്ടില്ല എന്നുള്ളതാണ്. ചിറ്റാരക്കടവ് റെഗുലേറ്റർ കം ബ്രിഡ്ജിൻ്റെ പ്രവർത്തനം 2006 ആരംഭിക്കും എന്ന് പ്രഖ്യാപിച്ചിട്ടും യാതൊരു പ്രവർത്തനവും ഈ കാലയളവിനകത്ത് ഇവിടെ ഉണ്ടായിട്ടില്ല എന്ന് മാത്രമല്ല, കൊയിലാണ്ടിയിലെ എല്ലാ പഞ്ചായത്തുകളിലും, എല്ലാ മുനിസിപ്പാലിറ്റികളിലും, എല്ലാ പ്രദേശങ്ങളിലും വളരെ രൂക്ഷമായ കുടിവെള്ള പ്രശ്നം നിലനിൽക്കുകയാണ്. സംസ്ഥാന സർക്കാർ പല പദ്ധതികൾക്കും വേണ്ടത്ര ഫണ്ട് ലഭ്യമാക്കാത്തതാണ് കുടിവെള്ള പ്രശ്നം ശാശ്വതമായി പരിഹരിക്കുന്നതിന് തടസ്സമെന്നാണ് ഇടതു നേതാക്കൾ പറയുന്നത്. കുടിവെള്ള പ്രശ്നത്തിന് പരിഹാരമാർഗങ്ങൾ തുടങ്ങിയതായും സ്ഥാനാർത്ഥി കെ ദാസൻ അവകാശപ്പെടുന്നു. ഈ നഗരസഭയിലെ 44 വാർഡുകളിലും കുടിവെള്ളക്ഷാമം നേരിടുന്ന സ്ഥലങ്ങളിൽ കേന്ദ്രാവിഷ്കൃത ഫണ്ടായിട്ടുള്ള UDSMAT ഉൾപ്പെടുത്തി 68 കോടിയുടെ പദ്ധതി കൂടി സമർപ്പിച്ചിട്ടുണ്ട്. ഈ പദ്ധതി കൂടി ലഭ്യമാകുന്ന മുറയ്ക്ക് ഈ വാർഡുകളിലെല്ലാം കുടിവെള്ളത്തിന് പ്രശ്നം എന്നേക്കുമായി അവസാനിപ്പിക്കാനുള്ള പ്രാരംഭ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. കുടിവെള്ളക്ഷാമം ഇരു മുന്നണികൾക്കുമെതിരെയുള്ള പ്രചരണ വിഷയമാണ് BJPക്ക് കൊയിലാണ്ടിയിൽ. കുടിവെള്ളക്ഷാമവും ഗതാഗതക്കുരുക്കും കൊയിലാണ്ടിയിൽ രൂക്ഷമാണെന്ന കാര്യത്തിൽ ആർക്കും തർക്കമില്ല. ഇതിന്റെ ഉത്തരവാദികൾ ആര് എന്നതിൽ മാത്രമാണ് തർക്കം. നിർമ്മാണം നിലച്ച ഹാർബർ, കടലാസിൽ മാത്രമായ ബൈപ്പാസ് പദ്ധതി, ഫയർ സ്റ്റേഷനുള്ള സ്ഥലം വിട്ടു നൽകാത്തത് തുടങ്ങി പ്രചരണ വിഷയങ്ങൾ ഇനിയുമേറെയുണ്ട് കൊയിലാണ്ടിയിൽ. പ്രതിപക്ഷത്തിരിക്കുന്ന ആളുകളുടെ ഒരു നീതിയും ഭരണപക്ഷത്തിരിക്കുന്ന ആളുകളോട് മറ്റൊരു നീതിയും. ഞങ്ങളും ഈ ഓട് പൊളിച്ച് ഇങ്ങനെ ഇറങ്ങി വന്നതല്ല. നിയമസഭയിൽ ജനങ്ങളുടെ വോട്ട് വാങ്ങി ഭൂരിപക്ഷം കിട്ടിയതുകൊണ്ട് MLA-മാരായി സത്യപ്രതിജ്ഞ ചെയ്ത് അങ്ങനെ ജനങ്ങളുടെ കൂടെ പ്രവർത്തിക്കുന്നവരാണ്. ഞാൻ ചോദിക്കട്ടെ, ഇതേപോലെ പ്രതിപക്ഷ MLA-മാരുള്ള നിരവധി പ്രദേശങ്ങളിൽ അതിശക്തമായ വികസന പ്രവർത്തനം നടന്നിട്ടുണ്ട്. 100 കണക്കിന് ഉദാഹരണങ്ങൾ ചൂണ്ടിക്കാണിക്കാൻ സാധിക്കും. ഉദാഹരണത്തിന് പുതിയാപ്പ ഹാർബർ പൂർത്തീകരിച്ചു. പുതിയാപ്പ ഹാർബർ
ഭരണകക്ഷി MLA ഉള്ളൊരു പ്രദേശമല്ല. അവിടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ MLA ആയ AK ശശീന്ദ്രനാണ്. ഒരു ഭാഗത്ത് MLA 200 കോടി രൂപയുടെ വികസന പ്രവർത്തനം നടത്തി എന്ന് പ്രഖ്യാപിക്കുകയും മറുഭാഗത്ത് പ്രതിപക്ഷ MLA ആയതുകൊണ്ട് എനിക്കൊന്നും ചെയ്യാൻ സാധിച്ചില്ല എന്ന ഇരട്ടത്താപ്പാണ് കൊയിലാണ്ടിയിൽ ഇപ്പോൾ പയറ്റിക്കൊണ്ടിരിക്കുന്നത്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ 19,000-നടുത്ത് വോട്ടാണ് BJP കൊയിലാണ്ടിയിൽ നേടിയത്. ഇത്തവണ 25,000-ലേക്കാണ് BJPയുടെ കണ്ണ്. തീരദേശ മേഖലയുമായി ബന്ധമുള്ള സ്ഥാനാർത്ഥി K. രജനീഷ് ബാബുവിലൂടെ തീരദേശത്ത് നേട്ടം കൊയ്യാനാവുമെന്നാണ് BJPയുടെ പ്രതീക്ഷ. തങ്ങളുടെ പ്രവർത്തകനായിരുന്ന പയ്യോളി മനോജിന്റെ കൊലപാതകവും BJP സജീവമായി പ്രചരണ രംഗത്ത് ഉയർത്തുന്നുണ്ട്. വോട്ട് കണക്കിൽ UDFന് മേധാവിത്വമുള്ള മണ്ഡലമായാണ് കൊയിലാണ്ടി വിലയിരുത്തപ്പെടുന്നത്. പാളയത്തിലെ പടയാണ് മുൻകാലങ്ങളിൽ കോൺഗ്രസിനെ കൊയിലാണ്ടിയിൽ വീഴ്ത്തിയത്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ കൊയിലാണ്ടിയിൽ എപ്പോഴും മേൽക്കൈ ഉണ്ടാവുന്നത് UDFനാണ്. അങ്ങനെ ഉണ്ടായിട്ട് പോലും പക്ഷേ കഴിഞ്ഞ കുറച്ചു കാലമായിട്ട് അത് LDFൻ്റെ മണ്ഡലമായിട്ട് മാറുന്നു. അതിന് ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ. LDF വളരെ ശക്തമായിക്കൊണ്ടിരിക്കുന്നു എന്നോ LDF ആ മണ്ഡലം പിടിച്ചെടുത്തു എന്നല്ല, LDFൻ്റെ കയ്യിലേക്ക് കോൺഗ്രസ്സുകാർ അത്, ഞാൻ UDF പോലും പറയുന്നില്ല, കോൺഗ്രസ്സുകാർ അത് വെച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അവിടെയുള്ളൊരു മറ്റ് മണ്ഡലങ്ങൾ വ്യത്യസ്തമായിട്ട് ഈ തെരഞ്ഞെടുപ്പ് വന്നു കഴിഞ്ഞാൽ, നിയമസഭാ തെരഞ്ഞെടുപ്പ് വന്നു കഴിഞ്ഞാൽ കൊയിലാണ്ടിയിൽ ഉണ്ടാകുന്ന ആദ്യത്തെ പ്രശ്നം ഈ പ്രാദേശികവാദമാണ്. സ്ഥാനാർത്ഥിയെ ചൊല്ലി തുടക്കത്തിലുണ്ടായ പ്രശ്നങ്ങൾ പൂർണ്ണമായി പരിഹരിച്ചെന്നും ഇത്തവണ കൊയിലാണ്ടിയെ ഒപ്പം കൂട്ടുമെന്നും UDF പറയുന്നു. കഴിഞ്ഞ 2 പാർലമെന്റ് തെരഞ്ഞെടുപ്പുകളിലും ഈ നിയോജകമണ്ഡലത്തിൽ വ്യക്തമായ ആധിപത്യം ഐക്യജനാധിപത്യ മുന്നണിക്ക് നേടാൻ സാധിച്ചിട്ടുണ്ട്. നിർഭാഗ്യകരമായ സാഹചര്യങ്ങളിൽ 2 അസംബ്ലി തെരഞ്ഞെടുപ്പുകളിലാണ് തുടർച്ചയായ 2 അസംബ്ലി തെരഞ്ഞെടുപ്പുകളിലാണ് ഐക്യജനാധിപത്യ മുന്നണിക്ക് പരാജയമുണ്ടായത്. അത് ആ സമയത്തുണ്ടായിരുന്ന സംഘടനാപരമായ ചില ദൗർബല്യം കൊണ്ടും ദീർഘവീക്ഷണ ഇല്ലായ്മ കൊണ്ടുമാണ് അത് നഷ്ടപ്പെട്ടു പോയത് എന്നാണ് ഞങ്ങൾ വിലയിരുത്തുന്നത്. ആ സംഘടനാപരമായ ദൗർബല്യങ്ങളും മറ്റ് ചില പോരായ്മകളും പരിഹരിച്ചുകൊണ്ട് ഒറ്റക്കെട്ടായി ഈ കുറി ഐക്യജനാധിപത്യ മുന്നണി തെരഞ്ഞെടുപ്പ് രംഗത്തുണ്ട്. വിജയം സുനിശ്ചിതമാണ്. ഇടത്തോട്ടുള്ള കൊയിലാണ്ടിയുടെ ചായ്വ് ഓരോ തെരഞ്ഞെടുപ്പിലും പ്രകടമാണെന്നാണ് ഇടത് മറുപടി. കോൺഗ്രസ് സ്വാഭാവികമായിട്ടും വർഗീയമായി ചിന്തിക്കുന്ന നല്ലൊരു പ്രബല വിഭാഗം അതിനകത്തുണ്ട്. അപ്പോൾ വർഗീയ ശക്തികളോട് അവർ കടുത്ത രീതിയിൽ ഒരു നിലപാടും ഇന്നുവരെ സ്വീകരിച്ചിട്ടില്ല. അത് ന്യൂനപക്ഷങ്ങൾക്കും മതേതരവാദികൾക്കും അറിയാം. അതുകൊണ്ട് തന്നെ കോൺഗ്രസിൻ്റെ അടിത്തറയ്ക്ക് അത് പോറലേൽപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓരോ തെരഞ്ഞെടുപ്പ് വരുമ്പോഴും അതിൻ്റെ ക്ഷീണം അവർ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ നഗരസഭാ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്ക് 27 സീറ്റാണ് കിട്ടിയെങ്കിൽ ഈ തവണത്തെ 29 സീറ്റായി അത് ഉയർന്നിട്ടുണ്ട്. സാമുദായികമായി മണ്ഡലത്തെ വിഭജിച്ചാൽ ഹൈന്ദവ വിഭാഗമാണ് മുന്നിൽ. രണ്ടാമതായി മുസ്ലിം സമുദായം. ക്രിസ്ത്യൻ സമുദായത്തിന് നാമമാത്രമായ പ്രാതിനിധ്യമേ മണ്ഡലത്തിലുള്ളൂ. ഹൈന്ദവ വിഭാഗത്തിൽ നായർ ഈഴവ സമുദായ അംഗങ്ങളുടെ എണ്ണം ഒപ്പത്തിനൊപ്പമാണ്. UDFന്റെയും ഇടതുമുന്നണിയുടെയും സ്ഥാനാർത്ഥികൾ ഈഴവ സമുദായത്തിൽ നിന്നുള്ളവരാണ് ഇത്തവണ. കഴിഞ്ഞ തവണ രാഷ്ട്രീയത്തിനതീതമായി ഈഴവ സമുദായത്തിൽ നല്ലൊരു വിഭാഗത്തിന്റെ പിന്തുണ ഇടത് സ്ഥാനാർത്ഥി K. ദാസന് ലഭിച്ചിരുന്നു. തങ്ങളുടെ ഇത്തവണത്തെ സ്ഥാനാർത്ഥി ഈഴവ സമുദായാംഗമായതിനാൽ ഈ മേഖലയിൽ വോട്ട് ചോർച്ചയുണ്ടാവില്ലെന്നാണ് UDF പ്രതീക്ഷ. കൊയിലാണ്ടി മുനിസിപ്പാലിറ്റിയിലും മൂടാടി പഞ്ചായത്തിലുമാണ് ഇടതുമുന്നണിയുടെ ഇത്തവണത്തെ കൊയിലാണ്ടിയിലെ വിജയ കണക്കുകൾ. പയ്യോളി മുനിസിപ്പാലിറ്റിയിലും ചെങ്ങോട്ടുകാവ്, തിക്കോടി പഞ്ചായത്തുകളിലും നല്ല ഭൂരിപക്ഷം ലഭിക്കുമെന്നും അതിലൂടെ മണ്ഡലം ഇത്തവണ തിരിച്ചുപിടിക്കാനാവുമെന്നും UDF കണക്കുകൂട്ടുന്നു. BJP ശക്തിയല്ലെന്ന് ഇരു മുന്നണികളും ആവർത്തിക്കുമ്പോഴും BJPയുടെ വോട്ടുകളിലെ വർധന ഇരുകൂട്ടരെയും ആശങ്കപ്പെടുത്തുന്നുണ്ട് കൊയിലാണ്ടിയിലും. ഹാട്രിക് വിജയമാണ് കൊയിലാണ്ടിയിൽ ഇത്തവണ ഇടതുമുന്നണിയുടെ ലക്ഷ്യം. കോൺഗ്രസിനാവട്ടെ തമ്മിൽ തല്ലി നഷ്ടപ്പെട്ട പഴയ തട്ടകം തിരിച്ചെടുക്കലും. ആര് ലക്ഷ്യത്തിലെത്തിയാലും അത് അനായാസകരമാവില്ലെന്ന സൂചനയാണ് കൊയിലാണ്ടിയിലെ തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗം നൽകുന്നത്. കുടിവെള്ളക്ഷാമവും മാലിന്യ പ്രശ്നവും ഒക്കെ ചർച്ചയാകുന്ന കൊയിലാണ്ടി ആരെ കൊള്ളും ആരെ തള്ളും എന്നത് പ്രവചനത്തിന് വഴങ്ങുന്ന സംഗതിയല്ല. പവർ പ്ലേയുടെ ഈ എപ്പിസോഡ് പൂർണ്ണമാകുന്നു. നമസ്കാരം.